അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവർ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ സൂറത്ത്, പ്രധാനപ്പെട്ട സൂറത്ത്, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പതിവാക്കേണ്ട ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്തിന്റെ മഹത്വം മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഒരു സഹോദരി, ഒരു പാവപ്പെട്ട സഹോദരി കടന്നു വരികയാണ്. ആ സഹോദരിക്കുള്ള പരാതി, എന്റെ ഭർത്താവിന്റെ സ്വഭാവം മോശപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഭർത്താവിന്റെ ജോലിയിൽ, അദ്ദേഹം ചെയ്യുന്ന കച്ചവടത്തിൽ തീരെ ബറക്കത്തില്ല, നഷ്ടത്തിലാണ് പോകുന്നത്. അതേപോലെ തന്നെ മക്കളുടെ സ്വഭാവം മോശപ്പെട്ടതാണ്. അങ്ങനെ മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരി തനിക്കുള്ള വിഷമം പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക്, മുഹാജിരികൾക്ക്, അവർ മക്കയിൽ നിന്ന് പൂർണ്ണമായും എല്ലാം വിട്ടെറിഞ്ഞ് പരിശുദ്ധ മദീനയിലേക്ക് പോയവരാണ്. അവരുടെ കയ്യിലൊന്നുമില്ല. അവർ ആ പോയ സമയത്ത് അവരുടെ കയ്യിൽ തീരെ പണമില്ല. അതേപോലെ ആ സമയത്ത് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, അവർക്ക് നല്ല ലാഭം ഉണ്ടാവാൻ, അവർ ചെയ്യുന്ന കച്ചവടങ്ങളിൽ നല്ല ലാഭം ഉണ്ടാവാൻ, നല്ല ജോലി ലഭിക്കാൻ, അങ്ങനെ മുത്തായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു സൂറത്താണ് മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു സഹോദരിക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്കൊക്കെയും അറിയാവുന്ന, ഏറ്റവും ഓതാൻ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹാ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു സഹോദരിക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. നിങ്ങൾ ഇന്നു മുതൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 11 തവണ ഈ സൂറത്ത് പതിവാക്കുക. നിങ്ങൾക്കുള്ള വിഷമം നീങ്ങിക്കിട്ടും, ഭർത്താവിന്റെ സ്വഭാവം നന്നാവും, മക്കളുടെ സ്വഭാവം നന്നാകും, അതേപോലെ തന്നെ ഭർത്താവ് ചെയ്യുന്ന ജോലിയിൽ, കച്ചവടത്തിൽ നല്ല ബറക്കത്തുണ്ടാകും, നല്ല ലാഭമുണ്ടാകും. അങ്ങനെ ആ സഹോദരി ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി, കുറച്ച് ദിനങ്ങൾക്ക് ശേഷം ആ സഹോദരി വീണ്ടും വന്ന് പറയുന്നു, അല്ല തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, എനിക്ക് നല്ല ഫത്ഹ് ലഭിച്ചു, നല്ല വിജയം ലഭിച്ചു, എന്റെ ഭർത്താവ് നല്ല സ്വഭാവക്കാരാണിപ്പോൾ, മക്കൾ നല്ല സ്വഭാവക്കാരാണ്, അതേപോലെ തന്നെ ഭർത്താവ് ചെയ്യുന്ന ബിസിനസ്സിൽ, കച്ചവടത്തിൽ നല്ല ലാഭമാണ് ഇപ്പോൾ ഉള്ളത്, ബറക്കത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സഹോദരി തന്റെ സന്തോഷം അവിടുന്ന് പറഞ്ഞുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും, ആണായാലും പെണ്ണായാലും 11 തവണ ഈ സൂറത്തുൽ ദുഹാ പതിവാക്കുക. അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പതിവാക്കി വന്നാൽ നാം ചെയ്യുന്ന ഏതൊരു ഏർപ്പാടിലും അല്ലാഹു ബറക്കത്ത് തരും. നമ്മുടെ സ്വഭാവം നന്നാകും, നമ്മുടെ ഇണക്കളുടെ സ്വഭാവം നന്നാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.